ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പുതിയ പ്രഭാതം കൂടെ സർവശക്തനായിരിക്കുന്ന ദൈവം നമുക്ക് നൽകിയതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 19 അധ്യായത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 18 അധ്യായത്തിൻ്റെ അകത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതായിരിക്കുന്ന കാര്യം, സോദോം ഗൊമോറ നശിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം തീരുമാനിച്ചു. മനുഷ്യൻ്റെ ദുഷ്ടത പെരുകി. ഈ കാര്യം അബ്രഹാമിനോട് മറച്ചു വയ്ക്കാതെ ഒരു വലിയ വിശ്വാസ സമൂഹത്തിൻ്റെ പിതാവായി മാറുന്ന അബ്രഹാമിൻ്റെ മുമ്പിൽ താനത് മറച്ചു വയ്ക്കത്തില്ല എന്ന് പറഞ്ഞ് ദൈവം അബ്രഹാമിനോട് കാര്യങ്ങൾ തുറന്നു പറയുകയും അബ്രഹാം ഇടിവിൽ നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുകയും ചെയ്ത സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. ഇന്ന് 19 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ സോദോം ഗൊമോറ നശിക്കപ്പെടുന്ന ഒരു സംഭവമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിനകത്ത് 1 വാക്യത്തിനകത്ത് തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത്, സോദോമിൽ ആ ദൈവത്തിൻ്റെ 2 ദൂതന്മാർ എത്തിയതും അവർ സോദോമിലെത്തി ഇരിക്കുമ്പോൾ അവിടെ ലോത്ത് സോദോം പട്ടണവാതിൽക്കൽ അവിടെ ഇരിക്കുകയായിരുന്നു എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. പട്ടണവാതിൽക്കൽ ഇരിക്കുന്നതായിരിക്കുന്ന ഒരു വ്യക്തി അന്നത്തെ കാലത്ത് സമൂഹത്തിൻ്റെ മധ്യത്തിൽ വലിയ സ്ഥാനമുള്ള ഒരു വ്യക്തിയായിരുന്നു ലോത്ത് എന്ന് പറയപ്പെടുന്നു. ലോത്ത് ഒരു ജഡ്ജ്മെൻ്റ് എല്ലാം നടത്തിയിരുന്ന ഒരു ന്യായാധിപതിയായിട്ട് കൂടെ ലോത്ത് ഉണ്ടായിരുന്നുവെന്നും ചില വേദപഠിതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട്. കാര്യം എന്തെങ്കിലുമൊക്കെ ഉള്ളതായിരിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം വരുമ്പോൾ ലോത്തിൻ്റെ അടുക്കലെത്തി കാര്യം തീർക്കുന്ന നിലവാരത്തിലും പട്ടണവാതിൽക്കൽ ഒരു മുഖ്യസ്ഥാനം ലോത്ത് അവിടെ ആ സോദോമിലെത്തി അവിടെ കരസ്ഥമാക്കിയിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷേ അവിടെ ഇരിക്കുന്നതായിരിക്കുന്ന ലോത്ത് ദൂതന്മാർ വരുന്നത് കണ്ടപ്പോൾ എഴുന്നേറ്റ് ചെന്നു. അബ്രഹാം ചെയ്തതുപോലെ നിലം വരെ കുനിഞ്ഞ് അവരെ നമസ്കരിച്ചു. അത് ദൂതന്മാരാണെന്ന് അറിഞ്ഞല്ല ചെയ്യുന്നത്, അത് വേറെ ദേശത്തു നിന്ന് വരുന്ന ആരെങ്കിലും ആയിരിക്കാം എന്ന് വിചാരിച്ചാണ് ലോത്ത് അവിടെ ചെയ്യുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ പറയുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കണം, നിങ്ങളുടെ കാലുകളെ കഴുകി ഞങ്ങളുടെ വീട്ടിൽ വന്ന് ആ രാത്രി താമസിക്കണം എന്ന് പറഞ്ഞ് ലോത്ത് ആ ദൂതന്മാരെ വിളിച്ചു കൊണ്ടുപോകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഏറ്റവും നിർബന്ധിച്ചു എന്നാണ് അവിടെ പറയുന്നത്. ലോത്ത് അവർ വരാനായിട്ട് വീതിയിൽ തന്നെ രാപാർക്കാം എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞ് ഏറ്റവും നിർബന്ധിച്ച് ലോത്ത് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ അവർക്ക് വിരുന്നൊരുക്കി. പുളിപ്പില്ലാത്ത അപ്പം ചുട്ടു, അവർ ഭക്ഷണം കഴിച്ചു. ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കുന്ന സാഹചര്യത്തിൻ്റെ അകത്ത് അവിടെ കാണുന്നതായിരിക്കുന്ന ഒരു കാര്യം, ഉറങ്ങാൻ പോകുന്ന സമയമായി കഴിഞ്ഞപ്പോൾ സോദോം പട്ടണത്തിലെ പുരുഷന്മാർ സകല ഭാഗത്തു നിന്നും ആബാലവൃദ്ധം എല്ലാവരും വന്ന് വീട് വളഞ്ഞു. ഈ ലോത്തിൻ്റെ വീട് വളയുവാനായിരിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്നത്തെ കാലത്ത് സോദോം ഗൊമോറയിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന ആ ഒരു വല്ലാത്ത പാപം എന്ന് പറയുന്നത്, സ്വവർഗ ഭോഗികളായിരിക്കുന്ന മനുഷ്യർ നിരവധി ഉണ്ടായിരുന്നതായിരിക്കുന്ന സോദോം ഗൊമോറയിലെ ആ ഒരു പാപമാണ് ദൈവം അത് നശിപ്പിക്കാനുള്ളതിൻ്റെ പിന്നിലെ കാരണം. അവരുടെ പാപം വലിയതാണ്, അവർക്ക് അന്ധത പിടിച്ചിരിക്കുന്ന ജനമാണ്. അവർ ചെയ്യുന്ന തെറ്റുകൾ എന്താണെന്ന് അവർക്ക് ഗ്രഹിച്ചു കൂടുവാൻ പോലും കഴിയാത്ത വിധം ആ പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്നതായിരിക്കുന്ന ഒരു ജനം, മാനസാന്തരപ്പെടുവാൻ മനസ്സില്ലാതെ കഴിയുന്നതായിരിക്കുന്ന ഒരു ജനം. ആ ജനം വന്ന് ഈ 2 പുരുഷന്മാർ വെളിയിൽ നിന്ന് വന്നവരാണെന്ന് കണ്ടിട്ട് ആ വീട് ചുറ്റി വളഞ്ഞ് നിൽക്കുന്നതായിരിക്കുന്ന ഒരു സാഹചര്യം. ലോത്ത് ആ വാതിൽക്കൽ വെളിയിൽ വന്ന് അവരോട് സംസാരിക്കുവാനായിട്ട് തുടങ്ങി. പറയുന്നുണ്ട്, ഈ വന്നിരിക്കുന്നവർക്കൊരു ദോഷവും ചെയ്യരുത്. പുരുഷൻ തൊടാത്ത 2 പുത്രിമാർ എനിക്കുണ്ട്, അവരെ ഞാൻ നിങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുതരാം. നിങ്ങൾക്ക് ബോധിച്ചതുപോലെ അവരോട് ചെയ്തു കൊള്ളുവിൻ. ഈ പുരുഷന്മാരോട് മാത്രം ഒന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞു. അത് വായിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നും, ആ വന്നിരിക്കുന്നതായിരിക്കുന്ന അതിഥികളോടുള്ളതായിരിക്കുന്ന ലോത്തിൻ്റെ സ്നേഹം ആണ് അത് എന്ന് ഒരുപക്ഷെ നമുക്കത്രയും കഠിനമായ രീതിയിൽ പറയുവാൻ കഴിഞ്ഞത് എന്ന് ഒരുപക്ഷെ ചിന്തിക്കുവാനായിട്ട് കഴിയുമായിരിക്കും. പക്ഷേ എന്നിരുന്നാലും പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സാഹചര്യം ലോത്തിന് അവിടെ വന്നത്? തൻ്റെ സ്വന്തം മക്കളെ കൊടുക്കാം എന്നൊക്കെ പറയുന്നതായിരിക്കുന്ന നീചമായ രീതിയിലുള്ളതായിരിക്കുന്ന വാക്കുകൾ, അല്ലെങ്കിൽ അത് ഒരിക്കലും ഒരു അപ്രോപ്രിയേറ്റ് വേർഡാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയത്തില്ലല്ലോ. അപ്പോൾ ആ ഒരു വാക്കുകൾ സംസാരിക്കാനായിട്ട് വന്നതായിരിക്കുന്ന സാഹചര്യം എന്തുകൊണ്ടാണ് അല്ലേ? ആ പ്രദേശം തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. നീരോട്ടമുള്ളതാണെന്ന് കണ്ട് തിരഞ്ഞെടുത്തു. അതായത് കണ്ണിന് മോഹം തോന്നി, കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെയുള്ളതായിരിക്കുന്ന മോഹത്തിനകത്ത്
ലോത്ത് കുടുങ്ങിപ്പോയി, തൻ്റെ തീരുമാനം വ്യർത്ഥമായിപ്പോയി, അല്ലെങ്കിൽ ആ തീരുമാനം അത് ഒരു കഥയില്ലാത്ത തീരുമാനമായി പോയി എന്നുള്ളത് നമുക്ക് വ്യക്തമായി ഈ ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും, അല്ലേ? തൻ്റെ വായിൽ നിന്ന് വന്നതായിരിക്കുന്ന വാക്കുകൾ നമ്മുടെ ഹൃദയത്തെ പോലും ഒത്തിരി വേദനിപ്പിക്കുന്നതായിരിക്കുന്ന വാക്കുകളാണ്. പക്ഷേ ഇങ്ങനെയെല്ലാം പറഞ്ഞെങ്കിലും ആ വന്നതായിരിക്കുന്ന പുരുഷന്മാർക്ക് അതൊന്നും കേട്ടു നിൽക്കാനായിരിക്കുന്ന മര്യാദ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ പറഞ്ഞു, ലോത്തിൻ്റെ അടുത്ത് നീ മാറി നിൽക്ക്, നീ ഒരു പരദേശിയായിട്ട് ഇവിടെ വന്ന് പാർക്കുന്ന ഒരുത്തനാ, എന്നിട്ട് ന്യായം വിധിപ്പാനും ഭാവിക്കുന്നു എന്ന് പറഞ്ഞ് നീ ഇപ്പോൾ ഉള്ളിലിരിക്കുന്ന ആ പുരുഷന്മാരോട് ഞങ്ങൾ ഭാവിച്ചതിലും അധികം നിന്നോട് ഞങ്ങൾ ദോഷം ചെയ്യുമെന്ന് പറഞ്ഞ് ലോത്തിനെ അവർ ഏറ്റവും തിക്കി വാതിൽ പൊളിപ്പാനായിട്ട് അടുത്തേക്ക് വന്നു. പുരുഷന്മാർക്ക് അത്രത്തോളം അവിടെ നിൽക്കുന്നതായിരിക്കുന്ന അവരുടെ ആ ഭാവം, അവരുടെ ജഡികമായിരിക്കുന്ന ആസക്തി എത്ര വലുതാണ് എന്ന് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവർ ലോത്തിനെ ഏറ്റവും തിക്കി വാതിൽ പൊളിപ്പാൻ അടുത്തു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീടിനകത്തിരിക്കുന്നതായിരിക്കുന്ന ദൈവത്തിൻ്റെ പുരുഷന്മാർ, ആ ദൂതന്മാർ കൈ പുറത്തോട്ട് നീട്ടി ലോത്തിനെ തങ്ങളുടെ അടുക്കിലേക്ക് അകത്തേക്ക് കയറ്റിയിട്ട് വാതിലടച്ചു. അപ്പോൾ ലോത്ത് ഇപ്പോൾ വീടിൻ്റെ അകത്തായി, മറ്റുള്ളവർ പുറത്താണ്. പക്ഷേ അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ആ വാതിൽക്കലുണ്ടായിരുന്ന പുറത്തുണ്ടായിരുന്ന സകലർക്കും ആബാലവൃദ്ധം ആ മനുഷ്യർക്ക്, പുരുഷന്മാർക്ക് അന്ധത പിടിപ്പിച്ചു എന്ന് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. അന്ധത ദൈവം പിടിപ്പിച്ചു. അതുകൊണ്ട് അവർ വാതിൽ തപ്പി നടന്ന് വിഷമിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. കാരണം ദൈവം ആണ് അവിടെ, ആ ലോത്തിനെ ദൈവം അവിടെ രക്ഷിക്കുക, അല്ലേ? ആ വാതിൽ ദൈവമാണ് അടച്ചത്. നോഹയെ ഇതുപോലെ തന്നെ പെട്ടകത്തിനകത്ത് കയറ്റി ദൈവം വാതിലടച്ചു. വചനം പറയുന്നുണ്ട്, ദൈവം വാതിലടച്ചാൽ പിന്നെ അതാർക്കും തുറക്കുവാനായിട്ട് കഴിയില്ല. കാരണം വെളിയിൽ നിന്നവർ അന്ധത പിടിച്ച് നടക്കുക. ഈ പിടിക്കണമെന്നുള്ളതായിരിക്കുന്ന ആഗ്രഹത്തോടെ അവിടെ വന്ന് നിൽക്കുന്നവർ അന്ധത പിടിച്ചിട്ട് പോലും അവിടെ നിന്ന് അവരുടെ ആ ഒരു താല്പര്യം വിട്ടുകളഞ്ഞില്ല എന്നുള്ളത് അത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്, അല്ലേ? അവർ കംപ്ലീറ്റ് ബ്ലൈൻഡഡായി, അവർക്കൊന്നും കാണാൻ പറ്റില്ലാത്ത അവസ്ഥയിലായി. പക്ഷേ അവരിപ്പോഴും എന്തുവാ ചെയ്യുന്നത്? അവർ വാതിൽ തപ്പി നടക്കുന്നതായിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എലീശ ഇതുപോലെ പ്രാർത്ഥിച്ചതായിരിക്കുന്ന സമയത്ത് തൻ്റെ മുമ്പിൽ വന്നതായിരിക്കുന്ന ശത്രുവിനെ ആ പ്രാർത്ഥനയിൽ അന്ധത പിടിപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും, അല്ലെ? ദൈവം തനിക്ക് വേണ്ടി അവിടെ അത്ഭുതം ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ താഴേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ അവർക്ക് അന്ധത പിടിച്ചു, വാതിൽ തപ്പി നടന്ന് അവർ വിഷമിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയും. അത് കഴിഞ്ഞിട്ട് താഴേക്ക് വരുമ്പോൾ പുരുഷന്മാർ ചോദിക്കുകയാണ്, ആ അന്ധത പിടിച്ച് നടക്കുന്നവരവിടെ തപ്പി നടന്ന് വിഷമിച്ച് നടക്കുന്നുണ്ട്. ആ ഭാഗം അവിടെ നിർത്തിയിട്ട് വചനത്തിൻ്റെ അടുത്ത ഒരു ഇതിലേക്ക് കടന്നു വരുമ്പോൾ അടുത്ത ഇൻസിഡൻ്റ് അവിടെ പറയുന്നത് ഇതാണ്. പുരുഷന്മാർ ലോത്തിനോട് ചോദിക്കുകയാണ്, നിനക്കിവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരെയെല്ലാം വിളിച്ചുകൊണ്ട് ഈ സ്ഥലത്ത് നിന്ന് പോയിക്കോ, ഇത് മുഴുവൻ തീയും ഗന്ധകവും ഇട്ട് ഇത് നശിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. ദൈവത്തിന് ഈ ദേശത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ആ വിഷമം വളരെ വലുതാണ്, ആവലാതി വളരെ വലുതാണ്. അതുകൊണ്ട് ഈ ദേശത്തെ ഞങ്ങൾ നശിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. ഇത് മനസ്സിലാക്കിയതായിരിക്കുന്ന ലോത്ത് തൻ്റെ മക്കൾക്ക് കല്യാണം ഉറപ്പിച്ചിരിക്കുന്നതായിരിക്കുന്ന ആ പുരുഷന്മാരുടെ അടുക്കിലേക്ക് ചെല്ലുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ചെന്ന് ദൈവം ഇത് നശിപ്പിക്കാനായിട്ട് പോവുകയാണ്, ഈ പട്ടണം ദൈവം നശിപ്പിക്കുമെന്ന് പറയുന്നതായിരിക്കുന്ന സാഹചര്യത്തിൽ മരുമക്കൾ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അത് കളി പറയുന്നതായിട്ടാണ് അവരവിടെ എടുത്തുള്ളൂ. കാര്യം ഒരു പക്ഷേയെങ്കിലും അവർ ലോത്തിൻ്റെ ഒരു സ്വഭാവ രീതി, ഒരു പക്ഷേ മുന്നേ ഉണ്ടായിരുന്ന തൻ്റെ സ്വഭാവ രീതി വളരെ സീരിയസ് ആയിട്ടുള്ളതായിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം എന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ ദൈവികമായിരിക്കുന്ന മൂല്യങ്ങൾക്ക് വില കൊടുക്കുന്ന ഒരു വ്യക്തി ചെന്ന് ഒരു കാര്യം സീരിയസ് ആയിട്ട് പറഞ്ഞാൽ അത് കളി പറയുന്നതാണ് ഒരു പക്ഷേ മരുമക്കൾ ചിന്തിക്കുവാനായിട്ടായിരിക്കുന്ന ചാൻസ് ഇല്ല എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായി ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. ഒരു പക്ഷേ അവരതുകൊണ്ടായിരിക്കാം അത് സീരിയസ് ആയിട്ട് എടുക്കാതിരുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. താഴേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഉഷസ്സായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി. എന്നിട്ട് പറയുന്നുണ്ട്, ഭാര്യയും നിനക്ക് വേണ്ടുന്നതായിരിക്കുന്ന നിൻ്റെ മക്കളെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് ഇവിടെ നിന്ന് നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞ് ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. 16-ാം വാക്യത്തിനകത്ത് വരുമ്പോൾ, അവൻ താമസിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ലോത്തിന് അത് വിട്ടു പോരാനായിട്ടിരിക്കുന്ന മനസ്സില്ല. പലതും പാപമാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്തും അതങ്ങ് താമസിക്കുക, അല്ലേ? ചില പാപത്തെ പാപമാണെന്ന് പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ വിട്ട് നമ്മൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന സാഹചര്യത്തിലും അത് താമസിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതമുള്ളതായിരിക്കുന്ന കാര്യമല്ല.
ദൈവം ആ ദേശം നശിപ്പിക്കുവാൻ പോകുന്നു. അവിടെ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുവാൻ കർത്താവ് വന്നിരിക്കുമ്പോൾ അനുസരിച്ചിറങ്ങേണ്ടതായിരിക്കുന്ന ലോത്ത് അവിടെ താമസിക്കുകയാണ്. താഴേക്ക് വന്നു കഴിയുമ്പോൾ കാണുവാൻ കഴിയും, അവരെ കൈക്ക് പിടിച്ച് പട്ടണത്തിൻ്റെ പുറത്ത് കൊണ്ടുപോയി ആക്കേണ്ടതായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെ വന്നു എന്നുള്ളത് കാണുവാനായിട്ട് കഴിയും. അവർ ബന്ധപ്പെടുത്തി എന്ന് ആദ്യം നമ്മൾ കണ്ടു, ബന്ധപ്പെടുത്തിയിട്ടും താമസിച്ചെന്ന് കണ്ടു. അത് കഴിഞ്ഞപ്പോൾ അവരെ പട്ടണത്തിന് പുറത്ത് കൊണ്ടുപോയി എന്ന് കാണുവാനായിട്ട് കഴിയും. കൈ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി എന്ന് കാണുവാനായിട്ട് കഴിയും. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, ജീവരക്ഷയ്ക്കായിട്ട് ഇനി ഓടിപ്പോയിക്കോ, പിറകോട്ട് നോക്കരുത് എന്ന് പറഞ്ഞ് ദൈവം അവിടെ ആ പ്രദേശത്തെങ്ങും നിൽക്കരുത് എന്ന് പറഞ്ഞാണ് ദൈവം പറഞ്ഞു വിടുന്നത്. നമ്മുടെ ജീവിതത്തിനകത്താണേലും ഒരു പാപം വന്നു കഴിഞ്ഞാൽ ഇനി ആ ഏരിയയിലേക്ക് ഒരിക്കലും മടങ്ങി വരരുത്, പിന്നെ തിരിഞ്ഞു നോക്കരുത് അല്ലേ. ഒരു പാപത്തെ നമ്മൾ വെറുത്ത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ആ ഛർദ്ദിച്ചത് ഭക്ഷിക്കുന്നത് നായെന്ന് വചനം പറയുന്നത് പോലെ നമ്മൾ ഒരിക്കലും വിട്ടുകളഞ്ഞതായിരിക്കുന്ന കാര്യങ്ങളെ വീണ്ടും എടുക്കുവാനായിട്ട് ഇടയായി തീരരുത്. ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോകുവാൻ പറഞ്ഞാൽ പുറകോട്ട് നോക്കരുത്, ആ പ്രദേശത്ത് നിൽക്കുകയും അരുത്. അങ്ങനെ മുന്നോട്ട് പോകുവാനായിട്ട് ദൈവം പറയുകയാണ്. പർവ്വതത്തിലേക്ക് ഓടിപ്പോകുവാനായിട്ട് ദൈവം പറഞ്ഞു. അപ്പോൾ ലോത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, പർവ്വതം വരെ ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങ് വരെ എത്താനായിട്ട് പറ്റത്തില്ല, ഞാൻ ക്ഷീണിതനായിട്ട് മരിച്ചു പോകും. അപ്പോൾ പറയുന്നുണ്ട്, അടുത്തുള്ളൊരു പട്ടണത്തിലേക്ക് പോയിക്കൊള്ളുവാൻ ദൈവം അനുവദിക്കുന്നു. അങ്ങനെ സോവാർ എന്ന് പറയുന്ന പട്ടണത്തിലെത്തി. പക്ഷേ സോവാറിലെത്തിയിട്ടും അവിടെ ഭയങ്കര ഭയപ്പെടുന്ന അവസ്ഥകളൊക്കെ ആയിട്ടാണ് താൻ ജീവിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചതായിരിക്കുന്ന ഒരു കാര്യം, ദൈവം ആ തീയും ഗന്ധകവും ഒക്കെ അയച്ച് സോദോം ഗോമോറ നശിപ്പിച്ചു. അതിന് മുന്നിൽ നമുക്ക് കാണാൻ കഴിയും, ലോത്തിൻ്റെ ഭാര്യ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി, അത് അവൾ ഉപ്പ് തൂണായി തീർന്നു എന്നുള്ളത് അല്ലെ. ലോകത്തിൻ്റെതായിരിക്കുന്ന ആ ചുറ്റുപാടിലേക്ക് നോക്കിയതായിരിക്കുന്ന അവളുടെ ജീവിതത്തിൻ്റെ അകത്ത് അവൾ ഉപ്പ് തൂണായി പോയി എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കുന്നൊരു വിഷയമാണ്. ഈ ലോകത്തിനകത്ത് നമ്മൾ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മളെയും ഈ ലോകം ആ ഒരു അവസ്ഥയിലേക്ക് കർത്താവിൻ്റെ വരവിങ്കൽ നമ്മൾ എടുക്കപ്പെടാതിരിക്കുവാൻ അതൊരു കാരണമായി തീരാതിരിക്കേണ്ടതിന് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും ഇങ്ങനെയുള്ളതായിരിക്കുന്ന ആ വിട്ട് എറിഞ്ഞു പോരേണ്ടതിനെ എറിഞ്ഞു തന്നെ പോരണം. തിരിഞ്ഞു നോക്കരുതെന്ന് തമ്പുരാൻ പറഞ്ഞാൽ പിന്നെ നമ്മളൊരിക്കലും തിരിഞ്ഞു നോക്കുവാൻ നമുക്ക് അനുവാദമില്ല. ജീവരക്ഷയ്ക്കായി മുന്നോട്ടോടുവാനാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ മുന്നോട്ടോടുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെയും സഹായിക്കട്ടെ. അതിനുശേഷം താഴേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, സോവാറിൽ പാർക്കാനായിട്ട് അവർക്ക് ഭയമായിരുന്നു. അവരങ്ങനെ ഈ ലോത്തും 2 മക്കളും കൂടെ ഒരു ഗുഹയിൽ പാർത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ലോത്തിൻ്റെ മൂത്ത മോക്ക് ഒരു കുബുദ്ധി എന്നൊക്കെ നമുക്ക് പറയാം. അവളുടെ മനസ്സിനകത്ത് ഒരു അനാവശ്യ ചിന്ത കടന്നു വരുന്നു. അവൾ ഒരുപക്ഷെ ചെറിയ പ്രായത്തിലൊക്കെ നിന്ന ഇടത്ത് സോദോം ഗോമോറയിലുണ്ടായിരുന്നതായിരിക്കുന്ന ആ ഒരു വ്യഭിചാരത്തിൻ്റെ സ്പിരിറ്റായിരിക്കാം ഒരു പക്ഷേ. എന്തു തന്നെയായിരുന്നാലും അവളുടെ ഉള്ളത്തിൽ അവളെ പുരുഷൻ തൊട്ടിട്ടില്ല എന്ന് ലോത്ത് പറയുന്നുണ്ട്. എന്നിരിക്കുമ്പോൾ തന്നെയും അവളുടെ ഉള്ളത്തിൽ ഒരു അനാവശ്യ ചിന്ത കടന്നു വരുന്നു. വചനത്തെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, പരസംഘ മോഹം അവരുടെ ഉള്ളിലുണ്ട്, അവർ യഹോവയെ അറിയുന്നതില്ല എന്ന് ഹോശേയ പ്രവചനം 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ എവിടെയോ ഒരു മോഹം, ഒരു പക്ഷേ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കുന്ന ഒരു മോഹമായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ആ ജഡികമായിരിക്കുന്ന ആസക്തികളായിരുന്നിരിക്കാം. എന്ത് തന്നെ ആയിരുന്നാലും അപ്പനാൽ സന്തതി ലഭിക്കുക എന്നുള്ളതായിരിക്കുന്ന ഒരു മോഹം അവളുടെ ഉള്ളത്തിൽ വന്നത് തന്നെ എത്ര വലിയ പാപമാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ അപ്പനാൽ സന്തതി ലഭിക്കേണ്ടതിന് ലോത്തിനെ വീഞ്ഞ് കുടിപ്പിച്ച് അങ്ങനെ അപ്പനോട് കൂടെ മൂത്തവൾ അകത്ത് പോയി ശയിച്ചു. അത് കഴിഞ്ഞിട്ട് 2ാമത്തവളെയും പോയി അഡ്വൈസ് ചെയ്തു. അവളും അങ്ങനെ തന്നെ ചെയ്തു. അങ്ങനെ 2 മക്കളും ലോത്തിനാൽ ഗർഭം ധരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എത്രയോ ശോചനീയമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഈ വചനത്തിൻ്റെ അകത്ത് ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു അവസ്ഥ നമ്മളിവിടെ കാണുന്നത് എന്നുള്ളത് വളരെ വളരെ ദുഃഖമുളവാക്കുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. ആ 2 പേരും, മൂത്ത മകള് അവന് മോവാബ് എന്ന് പേരിട്ടു, അതാണ് മോവാബിയർക്ക് പിതാവ്. 2ാമത്തെ മകള് ഒരു മകനെ പ്രസവിച്ചു, അവന് ബെൻ അമ്മി എന്ന് പേരിട്ടു, അമ്മോന്യർ. അപ്പോൾ ഈ അമ്മോന്യറും ഈ മോവാബ്യറും ഇസ്രായേലിൻ്റെ ഏറ്റവും പെത്ത ശത്രുക്കളാണ്. ഈ നമുക്കറിയാം, വചനത്തിൽ നമ്മൾ മുന്നോട്ട് പഠിക്കുന്നതായിരിക്കുന്ന സാഹചര്യങ്ങളിൽ മോവാബ്യർ ഇസ്രായേൽ ജനത്തിന് എതിരെ വന്നു, അമ്മോന്യർ എതിരെ വന്നു. യുദ്ധം അവരോടായിരുന്നു. അമ്മോന്യ രാജാക്കന്മാർ, മോവാബി രാജാക്കന്മാർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിരവധി ഇടങ്ങളിൽ വായിക്കുന്നുണ്ട്. ഇതെവിടെ നിന്നാണ് ഉളവായി വന്നത് എന്ന് ചോദിച്ചാൽ ഇത്
ആ സുബോധം നഷ്ടപ്പെട്ടതായിരിക്കുന്ന ലോത്തിൻ്റെ ആ ജീവിതത്തിൻ്റെ അകത്ത് സംഭവിച്ചതായിരിക്കുന്ന ഒരു പരാജയമായിരുന്നു ഇത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവവചനത്തിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. കർത്താവിൻ്റെ വലിയ കൃപ നമ്മളോട് കൂടിയിരിക്കട്ടെ. ഈ കേട്ട വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെയുള്ളതിലൊന്നും കുടുങ്ങി നിൽക്കാതെ വിട്ടോടാൻ ദൈവം പറഞ്ഞാൽ സകലത്തെയും വിട്ടോടി മുന്നോട്ടോടി പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിനെ നോക്കി ആ ജീവരക്ഷ പ്രാപിക്കുവാൻ മുന്നോട്ടോടുവാൻ പരിശുദ്ധാത്മാവ് കൃപ നൽകട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുനാമ മഹത്വത്തിനായി ഈ വചനങ്ങളെ സമർപ്പിക്കുന്നു. ആമേൻ.